ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന ISLന്റെ കൊമേഴ്ഷ്യൽ പാർട്ണറുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഫെഡറേഷനും ISL ക്ലബ്ബുകളും തമ്മിൽ രണ്ട് തട്ടുകളിലാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് ഫെഡറേഷനോട് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം ISLൽ നിന്നും തങ്ങൾക്ക് പിന്മാറേണ്ടി വരും എന്നുള്ള രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്നലെ ഇവർ ഇറക്കുകയും ചെയ്തിരുന്നു. മാർക്കസ് മെർഗുലാവ് റിപ്പോർട്ട് ചെയ്തതും അതാണ്. ഇതേക്കുറിച്ച് തങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും എന്നാണ് ക്ലബ്ബുകൾ ഫെഡറേഷനോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടെ ഫെഡറേഷൻ തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ ISLൽ പങ്കെടുക്കുന്നുണ്ടോ, അങ്ങനെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജൂൺ 15-ാം തീയതിക്ക് മുന്നേ അക്കാര്യത്തിൽ കൺഫർമേഷൻ നൽകണം എന്നാണ് ഫെഡറേഷൻ ക്ലബ്ബുകളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അവസാന തീയതി ആയിക്കൊണ്ട് ജൂൺ 15-ആണ് കണ്ടുവച്ചിട്ടുള്ളത്. അതിനു മുന്നേ നിങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ISLൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ജൂൺ 15-ാം തീയതിക്ക് മുന്നേ എടുത്ത് അത് ഫെഡറേഷനെ അറിയിക്കണം എന്നാണ് ക്ലബ്ബുകളോട് ഇപ്പോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 1 കോടി രൂപയാണ് പങ്കാളിത്ത ഫീ ആയിക്കൊണ്ട് ഇവിടെ കണ്ടുവച്ചിട്ടുള്ളത്. അതായത് ISLൽ പങ്കെടുക്കണമെങ്കിൽ 1 കോടി രൂപ ഫെഡറേഷന് എല്ലാ ക്ലബ്ബുകളും നൽകണം. അതിൽ ഇളവൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഫെഡറേഷൻ ക്ലബ്ബുകളോട് അറിയിച്ചു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് 3 കോടി രൂപ ക്ലബ്ബുകളിൽ നിന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഇളവുണ്ട്. 3 കോടി രൂപയല്ല, മറിച്ച് 1 കോടി രൂപയാണ് പങ്കാളിത്ത ഫീ ആയിക്കൊണ്ട് വരുന്നത്. ഏതായാലും ജൂൺ 15-ാം തീയതിയോട് കൂടി തന്നെ ISLൽ ഏതൊക്കെ ക്ലബ്ബുകൾ പങ്കെടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതകൾ ലഭിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.